ഇറങ്ങിയോ? അല്ല രണ്ടുപേരും വീടെടുത്താണോ? അതെ. എന്തേ? അല്ല ഒരുമിച്ച് ബൈക്കിൽ പോകുന്നോണ്ട് ഞാൻ ചോദിച്ചാ. ആണല്ലേ. ഈ മറ്റൊരാളുടെ ഭാര്യ പോകുന്ന സമയത്ത് നീ ഇങ്ങനെ വേറെ ആളുടെ ബൈക്കിൽ പോകണ അത്ര ശരിയല്ല. അത് ഞാൻ നോക്കിക്കോളാം. പോവാ, കേറട്ടെ. അടുത്തത് സാർ ഇവരിങ്ങനെ ബൈക്കിലൊന്നിച്ച് പോകുന്നത് അത്ര ശരിയാണോ? അതിനെന്താ ഇപ്പൊ കുഴപ്പം? എനിക്ക് രണ്ടുപേരും നല്ല വിശ്വാസം ഇല്ല ടോമേ. പിന്നെ അല്ല എനിക്കെന്തത്ര ശരിയായിട്ട് തോന്നിയില്ല. അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. അതൊക്കെ വഴിയെ മനസ്സിലായിക്കോട്ടെ. ഞാനിന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അതിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ശരി. എനിക്ക് സാറിന് ഇവിടെ വന്നിട്ടുള്ള പരിചയമുള്ളൂ. പക്ഷെ എന്നുള്ള സ്നേഹം കൊണ്ട് പറയാ, വെറുതെ അവളെയൊക്കെ കിട്ടിയ ജീവിതം കോഞ്ഞാട്ടായി പോകും സാർ. എന്തായാലും തുനിങ്ങിറങ്ങിയില്ലേ, ഇനി ഒരു അറ്റം കണ്ടിട്ടേ ഞാൻ വരുന്നുള്ളൂ. സാറ് പിന്നീട് ദുഃഖിക്കും, അതാണ്. ഇല്ല മേ, ഇനി ഒരിക്കലും ഞാൻ ദുഃഖിക്കില്ല. അല്ല തനിക്കെന്താ ജെസ്സിയുടെ ഇത്രയും വൈരാഗ്യം തോന്നാൻ? സാറിന് ജെസ്സിന് ഇവിടെ വന്നിട്ടുള്ളൊരു പരിചയമല്ലേ ഉള്ളൂ. എനിക്കതിനെ വർഷങ്ങൾക്ക് മുൻപ് അറിയാന്നേ. അല്ല അതിൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നേ. താൻ അന്ന് പറഞ്ഞ ജെസ്സി ഇവളാണ്? അതെ സാർ, അതാണ് ഈ ജെസ്സി. അപ്പൊ ശരിക്കും തനിക്ക് ഇയാൾക്ക് നല്ല വൈരാഗ്യം ഉണ്ടല്ലേ? എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. സാറിന് വേണമെങ്കിൽ കേൾക്കാം. തന്റെ വീട് എവിടെ? എന്റെ വീട് ശ്രീകാര്യത്ത്. ഏത് കാര്യത്താണെങ്കിലും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ കേറ്. അല്ല ഞാൻ തന്നെ വെക്കോളാം. വേണ്ട, ഇന്ന് എന്തായാലും തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യും. വാ കേറ്. വാ. താങ്ക് യു.